മഴ പ്രകൃതി തന്നെ സ്വയം ശുദ്ധീകരിക്കുന്ന കാലം. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനും ഒരു വിശ്രമവും പുതുജീവനും ആവശ്യമുള്ള സമയം. അതുകൊണ്ടാണ് കർക്കിടക മാസം എത്തുമ്പോൾ നമ്മുടെ പൂർവികർ ഔഷധങ്ങളുടെ കരുത്ത് നിറച്ച ഒരു കഞ്ഞി കുടിച്ചിരുന്നത്. അത് വെറും വിശപ്പടക്കാനല്ലായിരുന്നു, ശരീരത്തെ വീണ്ടും കരുത്തുറ്റതാക്കാനാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കർക്കിടക കഞ്ഞിയാണ്. ഇതിനു വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് മിക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് ഇത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറമ്പിലേക്ക് ഇറങ്ങി അതിനാവശ്യമായിട്ടുള്ള പച്ചമരുന്നുകൾ പറിക്കുക എന്നത് അത്രത്തോളം സാധ്യമല്ലാതായിരിക്കുന്നു. അപ്പോൾ ഞാൻ സീതാറാം എന്ന കമ്പനിയുടെ ഒരു റെഡിമെയ്ഡ് കിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം 250 രൂപയോളമാണ് വരുന്നത്. ഇത് 7 ദിവസത്തേക്കുള്ളൊരു കിറ്റാണ്. അതിൽ 7 പാക്കറ്റുകളായിട്ടാണ് അരി ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു പാക്കറ്റ് നവരയരി എടുത്ത് അത് നമ്മൾ കഴുകി മാറ്റി വെക്കേണ്ടതാണ്. ഈ കിറ്റിലില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ചെറുപയർ. കാരണം ചെറുപയർ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രോട്ടീൻ്റെ സോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് വിശപ്പൊട്ടും തോന്നാതെ വയറ് നിറഞ്ഞ ഒരു ഫീല് നമുക്ക് ചെറുപയർ നൽകും. അതിനാൽ ഞാൻ ചെറുപയറും തലേ ദിവസം നവരയരിയുടെ അതേ അളവിലെടുത്ത് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചെറുപയറും നവരയരിയും രണ്ടും കൂടെ നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. കാരണം നവരയരിക്ക് അത്യാവശ്യം വേവുള്ള അരിയാണ്. എനിക്ക് നല്ല വെന്ത കഞ്ഞിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ കുക്കറിനകത്ത് ഈ രണ്ട് ചേരുവയുടെ കൂടെ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ മരുന്ന് പൊടി. ഈ മരുന്ന് പൊടി എന്ന് പറയുന്നത് ഏകദേശം 18-20 കൂട്ടുകൾ കൂടി ചേർന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മരുന്ന് പൊടി മിക്സാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ജീരകം, കുരുമുളക്, ചുക്ക്, ജാതിക്ക, തിപ്പല്ലി, ആശാളി, കരിഞ്ജീരകം, അയമോദകം, കുറുന്തോട്ടി, അങ്ങനെ എനിക്ക് വായിക്കാനും ഞാൻ കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ചേർന്നിട്ടുള്ള ഒരു മരുന്ന് പൊടിയാണ്. ഇതിന് കറക്റ്റായിട്ടുള്ളൊരു അളവുണ്ട്. അത് അളവെടുക്കാനുള്ള പാത്രം ആ ഒരു ടീസ്പൂൺ ഈ മിക്സിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഇനി മിക്സിൻ്റെ ആ സ്പൂൺ ഇല്ലെങ്കിൽ ഏകദേശം 7 ഗ്രാമോളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ 3 കൂട്ടുകളോട് കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ഒരു കുക്കറിൽ വേവിച്ചെടുക്കാൻ വെക്കുകയാണ്. കുക്കറിൽ ഒരു 3-4 വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മുക്കാൽ വേവിൽ കൂടുതൽ ആയിട്ടുള്ള വെന്ത അളവിൽ നമുക്ക് കിട്ടും. അത് കുക്കറിൽ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാൽ നമ്മുടെ ശരീരത്തിന് ഒരു കുളിർമ നൽകുന്നതിനോടൊപ്പം നമുക്ക് അതിനകത്തുനിന്ന് നല്ലൊരു ടേസ്റ്റ് ഈ കഞ്ഞിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്ത തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മിക്സി ഉപയോഗിച്ച് തേങ്ങ പിഴിയുമ്പോൾ ആദ്യം തന്നെ അല്പം പോലും വെള്ളം ചേർക്കാതെ ഈ തേങ്ങ നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. അതിനുശേഷം മാത്രം നമുക്ക് പാല് എത്രത്തോളം വേണോ അതിനനുസരിച്ചുള്ള ചെറിയ അളവ് വെള്ളം ചേർത്ത് അരയ്ക്കുക. അപ്പം നമുക്ക് ഒരല്പം പോലും വേസ്റ്റ് ആകാതെ മുഴുവൻ തേങ്ങാപ്പാലും നമുക്ക് ആ പിണ്ടിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു മുറി തേങ്ങ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ 1-ാം പാലും 2-ാം പാലും എടുക്കുന്നുണ്ട്. 1.5 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞി ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് കഴിക്കുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് എനിക്കുണ്ടായ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളായിരുന്നു. എപ്പോഴും ഏമ്പക്കം വരികയും ഭയങ്കരമായിട്ടുള്ള വയറിനകത്ത് എപ്പോഴും ഒരു പിടുത്തം പോലെയായിരുന്നു. അപ്പോൾ ഇത് 3 ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വയറിനൊരു കുളിർമയും നമുക്ക് എപ്പോഴും ഒരു വയറിന് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയൊക്കെ ഭയങ്കര വ്യത്യാസമായി. അപ്പോൾ 7 ദിവസം കഴിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം മാറുമെന്ന് എനിക്കിപ്പോൾ ഉറച്ച വിശ്വാസം വന്നിട്ടുണ്ട്. ഇനി ഈ നേരം കൊണ്ട് നമ്മൾ ചുവന്നുള്ളി റെഡിയാക്കി വെക്കുകയാണ്. ചുവന്നുള്ളി നമ്മുടെ ശരീരത്തിന് ദേഹപുഷ്ടി നടത്താൻ വളരെ നല്ലതും അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രക്തനഷ്ടം മൂലം രക്തക്കുറവുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടെടുക്കാൻ ഈ ചെറിയ ഉള്ളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ കുക്കറിൽ നിന്ന് വെന്ത നമ്മുടെ മിശ്രിതത്തെ നമ്മളൊരു മൺചട്ടിയിലോട്ട് മാറ്റുകയാണ്. ഇത് ഏകദേശം 3/4 വേവിൽ കൂടുതലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ 2-ാം പാല് 1.5 കപ്പ് 2-ാം പാല് ചേർത്ത് ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. കാരണം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കറിൽ വേവിക്കുമ്പോൾ എനിക്ക് ആ തേങ്ങാപ്പാലിന് ശരിയായ ഫ്ലേവർ കിട്ടുന്നില്ല, എനിക്കത് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ 1 കപ്പ് അളവിലുള്ള കുറുകിയ 1-ാം പാല് ചേർത്ത് ഇതിനെ മാറ്റുകയാണ്. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ നെയ്യ് മൂപ്പിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കറക്റ്റായിട്ട് നോക്കി ആഡ് ചെയ്യണം. ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്.
ഇനി ഈ നെയ്യ് നന്നായി മൂത്ത് വരുമ്പോൾ ആ നെയ്യ് മൂക്കുമ്പോൾ ആ സ്മെല്ല്, ആ മണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ വരെ വഴറ്റിയെടുക്കുക. ഈ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഉള്ള മണം അല്ലെങ്കിലേ ഭയങ്കര നല്ല മണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നെയ്ക്കകത്തത് മൂപ്പിക്കുമ്പോൾ ഉള്ള മണം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഇത് മുഴുവൻ എടുത്ത് കഴിക്കാൻ തോന്നും, അത്ര നല്ല മണമാണ്. അപ്പം നല്ല ഒരു കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമ്മളിതിനെ കഞ്ഞിക്കകത്തേക്ക് ചേർത്ത് എടുക്കുക. അപ്പോൾ ഇതൊപ്പം നമ്മുടെ ഈ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കർക്കിടക കഞ്ഞി 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം എന്ന കണക്കിലാണ് സാധാരണ കഴിക്കാറ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ദേഹശുദ്ധിയോടുകൂടി ഇരിക്കുന്നതാണ് ഉത്തമം.